അങ്ങ് ദൂരെ, കേരളത്തിൽ നിന്നും ദൂരെ, വിശാഖപട്ടണത്തിലെ ഒരു പബ്ബിൽ ആർപ്പുവിളികളും പാട്ടും ഡാൻസുമൊത്ത് തകർത്താടുന്നൊരു കൂട്ടം. ആ കൂട്ടത്തിലൊരാളാണ് വിശാൽ. വിശാൽ തൻ്റെ ഗേൾഫ്രണ്ട് മിയയുമൊത്ത് അടിച്ചു പൊളിക്കാൻ വന്നിരിക്കുകയാണ്. ആ പാർട്ടിയിൽ ലയിച്ച് ഡാൻസും പാട്ടും കൊണ്ട് തകർത്താടുന്നൊരു സമയം ഒരു കോൾ വന്നു. ആ അന്തരീക്ഷത്തിൻ്റെ ആർപ്പുളികൾക്കിടയിൽ തൻ്റെ ഫോണിൽ വന്ന ആ കോൾ വിശാൽ ശ്രദ്ധിച്ചില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കോൾ വീണ്ടും വന്നു. ഇത്തവണ ആ കോൾ വിശാലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിശാൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ എടുത്തു. നോക്കിയപ്പോൾ മണിമാമനാണ് വിളിക്കുന്നത്. വിശാൽ ആ കോൾ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം വിശാൽ കോൾ കട്ടാക്കിക്കൊണ്ട് മിയയുടെ അടുക്കലേക്ക് നടന്നു നീങ്ങി. പരിഭ്രാന്തനായി വരുന്ന വിശാലിനെ കണ്ട മിയ ചോദിച്ചു, എന്തുപറ്റി? ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ വിശാൽ പറഞ്ഞു, എനിക്ക് നാട്ടിലൊന്ന് പോണം, സ്ഥലത്തിന് ആൾ റെഡി ആയിട്ടുണ്ട്. ഇത് കേട്ട മിയ ചോദിച്ചു, ഇന്ന് തന്നെ പോണം? നാളെ പോണം. ഇത്രയും പറഞ്ഞുകൊണ്ട് വിശാൽ നടന്നു നീങ്ങി. വിശാൽ തൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. തക്ക സമയത്ത് ട്രെയിൻ കിട്ടിയതുകൊണ്ട് ഉച്ചതിരിയുന്നതിന് മുമ്പേ കണ്ണൂരെത്താൻ പറ്റി. അവിടെ നിന്ന് കിടങ്ങൂരിലേക്ക്. അങ്ങനെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം വിശാൽ തൻ്റെ തറവാടിന് മുന്നിലെത്തി. സമയം ഏകദേശം 6 മണിക്കടുത്ത് ആവാറായി. തറവാട് കണ്ട വിശാൽ ആശ്ചര്യപ്പെട്ടു. തറവാടാകെ കാട് പിടിച്ചതുപോലെ, ചുറ്റും മരങ്ങളും മറ്റും. ഇപ്പോൾ കാണാൻ പഴയകാല പ്രേതപ്പടത്തിലെ മറ്റോ വീട് പോലെ ഇരിക്കുന്നു. ചുറ്റുപാടുകൾ കണ്ടൊന്ന് പേടിച്ചെങ്കിലും വിശാൽ ചോദിച്ചു, ആരുമില്ലേ ഇവിടെ? ഹലോ, ആരുമില്ലേ ഇവിടെ? ആരെയും കാണാത്തത് കൊണ്ട് തന്നെ മടങ്ങാൻ ഒരുങ്ങുകയായിരുന്നു വിശാൽ. അപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം പിൻവശത്ത് നിന്ന് കേട്ടത്. ആ ശബ്ദം എന്താണെന്നറിയാൻ വേണ്ടി വിശാൽ ആ വീടിന്റെ പിൻവശത്തേക്ക് നടന്നു നീങ്ങി. പിൻവശത്ത് എത്തിയപ്പോഴാണ് അറിഞ്ഞത് മറ്റാരുമല്ലെന്ന്, അത് മണിമാമനാണ്. മണിമാമനാണ് ഈ വീട് ഇപ്പോൾ നോക്കുന്നത്. 10-25 കൊല്ലമായിട്ട് ഇവിടെ കാര്യസ്ഥനായിരുന്നു മണിമാമൻ. മറ്റെല്ലാവരുടെ കാലശേഷവും പിന്നെ കുറെ പേർ വീട് മാറിയതും കൊണ്ട് തന്നെ ഈ വീട് ആർക്കും വേണ്ടാതെ ഒരു പ്രേതാലയം പോലെയായി. വീടിന്റെ പല ഓടുകളും പൊട്ടിയ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൊട്ടിയ ഓടുകൾ മാറ്റുന്ന തിരക്കിലായിരുന്നു മണിമാമൻ. അതുകൊണ്ട് തന്നെ വിശാൽ വന്ന കാര്യം മണിമാമൻ ശ്രദ്ധിച്ചിട്ടില്ല. വിശാൽ മണിമാമന്റെ അടുത്തേക്ക് നടന്നു. ആരോ നടന്നു വരുന്ന കണ്ട മണിമാമൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. പ്രായമായതുകൊണ്ട് തന്നെ കാഴ്ചശക്തിയും കേൾവിശക്തിയും കുറച്ച് കുറവാണ്. അടുത്തെത്തിയപ്പോഴാണ് വിശാലാണെന്ന് തന്നെ മനസ്സിലായത്. വിശാലിനെ കണ്ടയുടൻ മണിമാമൻ ചോദിച്ചു, കുഞ്ഞു വന്നോ? ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്തുപറ്റി വൈകിയേ? ട്രെയിൻ ഒന്ന് വൈകിയത്. ഈ ട്രെയിനൊന്നും കറക്റ്റ് സമയത്ത് വരെയല്ലെന്നേ. ഞാൻ ഈ ഓടക്കൊന്ന് റെഡിയാക്കായിരുന്നു. മറ്റന്നാൾ ആള് വരും നോക്കാൻ. അവർ വരും മുന്നേ എല്ലാം റെഡിയാക്കണ്ടേ? എല്ലാം മാറ്റണം. അത് പോട്ടെ, കുഞ്ഞു എല്ലാം കഴിച്ചായിരുന്നു? ഞാൻ കഴിച്ചു. അത് സുഭദ്ര കുഞ്ഞ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. നന്നായി പോട്ടെ. എന്തായാലും വീട് മാറി അന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. ഇതാണ് മുറി. എല്ലാം നടക്കി പെറുക്കാൻ പറ്റിയിട്ടില്ല, പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല, അത് കുഴപ്പമില്ല, ഐ വിൽ മാനേജ്. കുഞ്ഞൊരുപാട് ക്ഷീണിച്ച് വന്നതല്ലേ, കുളിച്ചും ഒന്ന് മയങ്ങിക്കും. നാളെ പറ്റി ഇനി ആ സ്ഥലം മേടിക്കാൻ വന്നവരൊന്ന് കാണാൻ പോകും. കുറച്ചു നേരത്തെ സംഭാഷണത്തിന് ശേഷം വിശാൽ തന്റെ ക്ഷീണ കാരണം കൊണ്ട് കുളിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. യാത്ര ക്ഷീണമായതുകൊണ്ട് തന്നെ കിടന്നതും ഉറങ്ങിപ്പോയി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വിശാൽ മണിമാമനെ തപ്പിയിറങ്ങി. അകത്തെല്ലായിടത്തും തിരക്കി, മണിമാമനെ കാണാനില്ല. അകത്തെങ്ങും കാണാനില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തു നോക്കാൻ തീരുമാനിച്ചു. പുറത്താണെങ്കിൽ നല്ല മഴയ്ക്കുള്ള കോളുമുണ്ട്.
ഇനിയെങ്ങാനും ഓട് നന്നാക്കുകയാണോ എന്നറിയാൻ വേണ്ടി പുറകുവശത്തേക്ക് നടക്കാൻ ഒരുങ്ങി വിശാൽ. പെട്ടെന്നാണ് ഒരു കുട്ടിയുടെ അലർച്ച കേട്ടത്.